പേജിൽ കാണുക. സിദ്ദീഖ് മൗലിദിൽ മഹാനായ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം കറാമത്ത് വിശദീകരിക്കുന്നിടത്ത് കാണാം. وله من الكرامات ما لا يحصى ومن خوارق العادات ما لا يستقصى منها ما جاء عن انس رضي الله عنه انه جاءت امراه من الانصار. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്തുകളിൽപ്പെട്ട ഒന്നാണ് അൻസാറുകൾപ്പെട്ട ഒരു പെണ്ണ്, ഒരു സഹോദരി വരുന്നു. എന്നിട്ട് നബി തങ്ങൾ ഒരിക്കൽ വന്നിട്ട് പറയുന്നു, റഅയ്തു ഫിൽ മനാമി കഅന്ന അൻ-നഖ്ലത്തല്ലതി ഫീ ദാരി ഖദ് വഖഅത് വസൗജി ഫിസ് നബിയേ, എന്റെ വീടിന്റെ ഞാൻ സ്വപ്നത്തിൽ കാണുകയാണ്. എന്റെ വീട്ടിന്റെ പരിസരത്തുള്ള ഈച്ചപ്പന അത് താഴെ നിലം പൊത്തിയതായി ഞാൻ സ്വപ്നത്തിൽ കാണുകയാണ്. എന്റെ ഭർത്താവാകട്ടെ യാത്രയിലുമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചു, യജിബു അലൈകി സ്വബ്ർ, നീ ക്ഷമിക്കണം. ഫലൻ തജിത്തമിഇ ബിഹി ഇലാ യൗമിൽ ഖിയാമ, ഖിയാമ നാൾ വരെ നിങ്ങൾ രണ്ടുപേരും സംഗമിക്കുകയില്ല എന്ന് നബിതങ്ങൾ പറയുകയുണ്ടായി. ഫഖറജത് ഇംറഅത്തുൻ ബാക്കിയ, നബിതങ്ങൾ അരികിൽ നിന്ന് ആ പെണ്ണ് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. വഴിയെടുത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പെണ്ണ് കാണുകയാണ്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവൾ സ്വപ്നത്തിൽ കണ്ടത് മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് വിശദീകരിക്കുകയാണ്. വലം തൽഖുറഹു മാ ഖാലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞത് ആ പെണ്ണ് സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് പറഞ്ഞില്ല. ഫഖാല ലഹാ, അപ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പെണ്ണിനോട് പറയുകയുണ്ടായി, ഇദ്ഹബി, നീ പോകുക, ഫഇന്നകി തജ്തമിഉന ബിഹി ഫീ ഹാദിഹി ലൈല, ഈ രാത്രി തന്നെ നിന്റെ ഭർത്താവുമായി നീ സംഗമിക്കും. ഫദഖലതു ഫീ മൻസിലിഹാ, അവളുടെ വീട്ടിലേക്ക് അവൾ പ്രവേശിച്ചു. വലിയ മുതഫക്കിറത്തുൻ ഫീ ഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവൾ നബി തങ്ങളുടെ വാക്കിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വഖൗലി അബീ ബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫലമ്മാ തന്ന അലൈഹി ലൈൽ, രാത്രി ഇരുട്ടിയപ്പോൾ അവളുടെ വീട്ടിൽ അവളും അവളുടെ ഭർത്താവും ഒരുമിച്ച് കൂടുന്നു. അവളുടെ ഭർത്താവും ഒരുമിച്ച് കൂടുകയാണ്. നബിതങ്ങളോട് അരികിലേക്ക് അവൾ പോയി. അങ്ങനെ നബിതങ്ങളോട് അവളുടെ ഭർത്താവ് വന്ന വിവരം പറഞ്ഞു. നബിതങ്ങൾ ദീർഘമായി ചിന്തിച്ചു നോക്കി. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, എന്താണ് എന്ന് പറഞ്ഞിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നീയും നിന്റെ ഭർത്താവും ഒരുമിച്ച് കൂടും എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത് ഉറപ്പിച്ചുകൊണ്ട് മഹാനവറുകൾ അങ്ങോട്ട് പറഞ്ഞപ്പോൾ, സത്യം ചെയ്തുകൊണ്ട് അങ്ങോട്ട് വിശദീകരിച്ചപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത് സാധൂകരിച്ചു കൊടുക്കുകയും ചെയ്തു എന്നതാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്. ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വിഷയം പറഞ്ഞു. ആ വിഷയം സത്യമാകാതെ ശരിയാകാതെ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞത് സത്യമായില്ലേ? അപ്പൊ നബി തങ്ങളുടെ മഹത്വത്തെക്കാൾ സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് മഹത്വം കൽപ്പിക്കുകയല്ലേ മൗലിദ് കിതാബ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദുഷ്പ്രചരണം. ഇല്ല, ആ നേതാവിനേക്കാൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വമുണ്ട് എന്നൊന്നും പറയാനല്ല സംഭവം. ഇന്നൊരു ഹദീസ് ഞാൻ ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഉദ്ധരിക്കട്ടെ. ഇതിന് സമാനമാകുന്ന ഒരു സംഭവം ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ ഈ സംഭവം ഉദ്ധരിക്കുന്ന ലളിതങ്ങളുടെ മഹത്വത്തെക്കാൾ വേറെ ആൾക്ക് മഹത്വമുണ്ട് എന്ന് പറയാനാണോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. അതിനൊരു സംഭവം നോക്കൂ നിങ്ങൾ, എന്താണ് സംഭവം? അനസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നൗറിന്റെ പുത്രിയായ റുബയ്യ തന്റെ അടിമസ്ത്രീയുടെ
പല്ല് പൊട്ടിക്കുകയുണ്ട്. പല്ല് പൊട്ടിച്ചപ്പോൾ അതിന് പ്രതികാരം വേണമെന്ന് അവളുടെ കുടുംബക്കാരായ ആളുകൾ ആവശ്യപ്പെട്ടു. എന്നാൽ ഇബ്നത്തുൻ നദർ റുബൈയയുടെ കുടുംബക്കാരാകട്ടെ അവർ പറഞ്ഞു, നിങ്ങൾ മാപ്പ് ചെയ്യണം. പക്ഷേ ആ അടിമസ്ത്രീയുടെ കുടുംബക്കാർ അത് അനുവദിച്ചില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് അവർ ചെല്ലുകയാണ്. രണ്ട് കൂട്ടരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമറഹും ബിൽ ഖിസാസ്, പ്രതിക്രിയയ്ക്ക് വേണ്ടി കൽപ്പിക്കുകയാണ്. അപ്പോഴാണ് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അതുക്ഫറു സരിയത്തു റുബൈയ യാ റസൂലല്ലാഹ്, റുബൈയയുടെ പല്ല് പൊട്ടിക്കപ്പെടുകയോ നബിയേ, വല്ലദീ ബഅസക ബിൽ ഹഖ് ലാ തുക്ഫറു സരിയത്തുഹാ, അങ്ങനെ ഏതൊരു നാഥനാണോ പറഞ്ഞേച്ചത് ആ നാഥനത്തിന്റെ സത്യം അവളുടെ പല്ല് പൊട്ടിക്കപ്പെടുകയില്ല. കണ്ടോ, അവളുടെ പല്ല് പൊട്ടിക്കപ്പെടുകയില്ല. അപ്പം നിഗമങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ കിതാബ് പറയുന്നത് പ്രതികാരം ചെയ്യണമെന്നാണ്. ഫർളിയൽ ഖൗമി ഇതങ്ങ് കേട്ടപ്പോൾ ജനങ്ങൾ അത് തൃപ്തിപ്പെടുകയാണ്. ആ അടിമസ്ത്രീയുടെ കുടുംബക്കാരെ തൃപ്തിപ്പെടുകയും അപ്പോൾ അവർ അത് പൊരുത്തപ്പെട്ടു കൊടുക്കുകയും ചെയ്യുന്നു. فقال النبي صلى الله عليه وسلم, അപ്പം നബിതങ്ങൾ പറയുന്നു, ഇന്ന മിൻ ഇബാദില്ലാഹി മൻ, അല്ലാഹുവിന്റെ അടിമകളിൽ ചിലരുണ്ട്, ലൗ അഖ്സമ അലല്ലാഹ്, അല്ലാഹുവിന്റെ മേൽ സത്യം ചെയ്ത് ഉറപ്പിച്ചുകൊണ്ട് അവരങ്ങ് പറഞ്ഞാൽ ഒരു വിഷയം പറഞ്ഞാൽ അല്ലാഹു തആല അത് പൂർത്തീകരിച്ചു കൊടുക്കുന്ന, സത്യമാക്കി കൊടുക്കുന്ന ഒരു കൂട്ടം ആളുകൾ പടച്ചറപ്പിന്റെ അടിമകളിൽ ഇബാദിൽ ഉണ്ടെന്ന് ശഫീഉനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന സംഭവം, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന സംഭവം. കണ്ടോ, നിങ്ങൾ ചിന്തിക്കേ, ഇവിടെ അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ മഹത്വമുള്ള ആളായി എന്ന് വിവരമുള്ള ആളുകൾ പറയുമോ? ഇല്ല. എന്നാൽ അതേപോലെ തന്നെയാണ് നേരത്തെയുള്ള സംഭവം. മഹാനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ യഥാർത്ഥമായ വിഷയം അങ്ങ് പറഞ്ഞു കൊടുക്കുന്നു, അവതരിപ്പിച്ചു കൊടുക്കുന്നു. ഇങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്.